വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് കാവൽ തേടുന്നു. അഥവാ സിഹർ ചെയ്യുന്ന സ്ത്രീകൾ, സിഹർ ചെയ്യുന്നത് സാധാരണ അധികമായ സ്ത്രീകളാണ് എന്നതുകൊണ്ടാണ് മുഅന്നത്തിലേക്ക്, സ്ത്രീലിംഗത്തിലേക്ക് ചേർത്ത് പറഞ്ഞത്. സിഹർ ചെയ്യുന്നവരുടെ സിഹറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ സിഹറുണ്ട്, ആ സിഹറിന് അപകടമുണ്ട്, അത് എന്നെ ബാധിക്കുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിനോട് അഭയം തേടുകയാണ്. അപ്പൊ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഉദ്ദേശം സിഹറാണ്. ആ സിഹറിനെ കൊണ്ട് മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ പറ്റും. മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും? അവന് ശാരീരികമായിട്ട് ചിലപ്പോൾ ഉപദ്രവിക്കും, മാനസികമായിട്ട് അവനെ ഉപദ്രവിക്കും, അവന് രോഗമുണ്ടാക്കാൻ സാധിക്കും. ഒരു ബാക്ടീരിയ മനുഷ്യന്റെ ജീവിതത്തിലെ രോഗത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. അതിന് നമുക്ക് തടസ്സമില്ല. ഒരു വൈറസ് അതെന്റെ ജീവിതത്തിലെ രോഗത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. എന്തുകൊണ്ട് തടസ്സമില്ല? ബാക്ടീരിയ ഇതിന്റെ രോഗകാരണമാണ്, വൈറസ് രോഗകാരണമാണ് എന്ന് ഒരു ശാസ്ത്രം പറഞ്ഞപ്പം അത് നമ്മൾ വിശ്വസിച്ചു. എന്നാൽ ഈ സിഹർ ഒരു മനുഷ്യന്റെ രോഗത്തിന് കാരണമാണ് എന്ന് അള്ള പറഞ്ഞപ്പം അത് നമുക്ക് വിശ്വസിക്കണ്ടേ? അത് നമ്മുടെ വിശ്വാസപ്പെട്ടതാണ്. ഒന്ന് ഡോക്ടറെ പറഞ്ഞത്, ഒന്ന് അള്ളയെ പറഞ്ഞത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഡോക്ടർ പറഞ്ഞത്, ഒന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. അപ്പൊ ഇത് രോഗത്തിന് അള്ള ദുനിയാവിൽ പല കാരണം വെച്ച കൂട്ടത്തിൽ ഒരു കാരണമാണ് സിഹർ. വേറെ അതിൽ നെട്ടാ മാത്രമൊന്നുമില്ല. അതിൽ അള്ളാഹിനെ പോലെ ചെയ്താനാക്കുന്ന ഒരു പണിയില്ല. മറിച്ച് എന്താണ്? അള്ളാഹു ഈ ബാക്ടീരിയനെ രോഗത്തിന്റെ കാരണമാക്കി വെച്ചിട്ടുണ്ട്, വൈറസിനെ രോഗത്തിന്റെ കാരണമായി വെച്ചിട്ടുണ്ട്. നല്ലോണം മഴ കൊണ്ടാൽ അത് പനി പിടിക്കാൻ അള്ള കാരണമായി വെച്ചിട്ടുണ്ട്. നല്ല മഴ കൊണ്ട് തല തോർത്തിയില്ല, അത് പനി പിടിക്കാൻ അള്ള കാരണമായി വെച്ചിട്ടുണ്ട്. എന്ന പോലെ അള്ളാഹു നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ശൈത്വാന്മാരെ നമ്മുടെ ദോഷങ്ങൾക്ക് കാരണമായി അള്ള വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവരെപ്പോഴും ദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മഴ പെയ്തോരൊക്കെ പനി പിടിക്കുന്നു, അങ്ങനെയല്ലല്ലോ. അതൊക്കെ അള്ള നിശ്ചയിച്ച സമയത്ത്. ഒരാൾക്കും അള്ളാനെ മറികടന്നിട്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാനെ ഏൽപ്പിച്ചാളി എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാനെ ഏൽപ്പിച്ചാളി. അങ്ങനെ ഏൽപ്പിക്കേണ്ട വിഷയം പലതുണ്ട്. അതിൽ ഗൗരവപ്പെട്ട ചിലത് ഞാൻ പറഞ്ഞ ആയിപ്പെട്ട ഒന്നാണ് സിഹർ. അത് നിങ്ങൾ അള്ളാഹിനോട് കാവൽ തേടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്.